നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ നമ്മുടെ കുടുംബ പ്രശ്നത്തിലേക്കും സൗഹൃദങ്ങളുടെ അകൽച്ചയിലേക്കും എങ്ങനെ വന്നു ചേരുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ സൗഹൃദങ്ങളുണ്ടാവും. നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ബന്ധങ്ങളോടെയായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനിടയിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ സാമ്പത്തികമായിട്ട് പരസ്പരം ഇടപാടുകൾ വരുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ സഹോദരങ്ങളുള്ള അളിയനെ കൊണ്ടോ അല്ലെങ്കിൽ ഏട്ടന്മാരെ കൊണ്ടോ പൈസ മേടിച്ചാൽ നമ്മൾ കറക്റ്റ് സമയത്ത് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ എന്ന് നൽകും. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ സമയത്ത് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് നീണ്ടുപോയി നമ്മൾക്ക് സാമ്പത്തികമായി നമ്മൾ നല്ല ബുദ്ധിമുട്ടിലായിരിക്കും. അവരെ കൊണ്ട് സാമ്പത്തികമായിട്ട് സഹായം ചോദിക്കുക. അവർ നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് ആ സമയത്ത് നമുക്ക് തരുക. എന്തെങ്കിലും കാരണവശാൽ നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല, അത് നീണ്ടുപോയി കാലങ്ങളോളം നീണ്ടുപോയി കഴിഞ്ഞാൽ ആ ബന്ധങ്ങളിൽ അകൽച്ച വരും. അപ്പോൾ അതെങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അകൽച്ച വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം, സൗഹൃദങ്ങളെ എപ്പോഴും നിലനിർത്തണം, അതുമാതിരി ബന്ധങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം സൗഹൃദങ്ങളോട് അധികം നമ്മളെ നല്ല വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിരിക്കും. സാമ്പത്തികമായിട്ട് നമ്മൾ അവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് തരാൻ ചില സമയങ്ങളിൽ പറ്റുന്നില്ല. ആ പറ്റാതാകുമ്പോൾ നമ്മൾ അവരോട് നമുക്ക് ആ സമയത്ത് തന്നില്ലാലോ, ആവശ്യത്തിന് തന്നില്ല എന്നൊരു നെഗറ്റീവ് ചിന്താഗതി വരും. പക്ഷെ അയാൾക്കും മാനസികമായിട്ട് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്താഗതി കാരണം ഞാനിപ്പോൾ എങ്ങനെ അവനെ വിളിക്കും, സംസാരിക്കും എന്നുള്ളൊരു പ്രശ്നം വരും. അങ്ങനെ നമ്മൾ ഒരാളെ കൊണ്ട് സാമ്പത്തികമായിട്ട് ചിലവർ സുഹൃത്തുക്കളെ തമ്മിൽ പാർട്ട്ണർഷിപ്പ്, കച്ചവടങ്ങൾ മറ്റുള്ളതൊക്കെ ചെയ്യും. ചില ഇതിൽ ഒരു സുഹൃത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതാവുകയും ചിലപ്പോൾ അവർ ഒന്നിച്ച് കൊണ്ടുപോയി ആ ബിസിനസ് ചിലപ്പോൾ നിർത്തും. അത് നിർത്തുമ്പോൾ ബാധ്യതയാവും. ഈ ബാധ്യത രണ്ടാളും ഷെയർ ചെയ്യണം. അതിൽ ഒരാൾ ഒരാൾ തരാതെ അവർക്ക് പറ്റാത്ത സാഹചര്യം വരെ ചെയ്യുമ്പോഴാണ് അവിടെ ബന്ധങ്ങളിൽ ഒലച്ചൽ വരുന്നത്. അതുപോലെ തന്നെ കടമായിട്ട് നമ്മൾ വേണ്ടപ്പെട്ട സൗഹൃദങ്ങളെ കൊണ്ടോ അളിയനെ കൊണ്ടോ പെങ്ങളെ കൊണ്ടോ കാശ് കടം മേടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഏട്ടന്മാരെ കൊണ്ടോ പൈസ കടം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് തിരിച്ച് കൊടുക്കാൻ പറ്റാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബത്തിനും ഒലച്ചു വരും. അപ്പോൾ മാക്സിമം വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ കൊണ്ടും ഈ കുടുംബക്കാരെ കൊണ്ടും അത്യാവശ്യമെങ്കിൽ കടം മേടിക്കും. അങ്ങനെ മേടിച്ചാൽ തന്നെ നമുക്ക് ആ സമയത്ത് നമ്മൾ നിശ്ചിത സമയത്ത് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ല, കൊടുക്കാൻ പറ്റുന്നില്ല, നമ്മുടെ സാമ്പത്തിക പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. അല്ലാതെ അവർ ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക. അവരോട് എന്താ പറയുക, അവർക്ക് തോന്നും ഇത്ര കാലം നമ്മൾ ഇത്ര സൗഹൃദമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ഈ പൈസ ചോദിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫോൺ എടുക്കാതെ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ അകൽച്ചയാവും. അപ്പോൾ മാക്സിമം അവരോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് എത്രത്തോളം സാമ്പത്തിക പ്രയാസങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവർക്ക് കൺവിൻസ് അവരെ കൊണ്ട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക. ഒരു നിശ്ചിത സമയം അവരോട് പറഞ്ഞ് മേടിച്ച് ആ സമയത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക. അത് കുറച്ചെങ്കിലും കൊടുക്കുക, ബാക്കിയുള്ള പിന്നെ സമയം നീട്ടി ചോദിച്ച് പിന്നീട് കൊടുക്കാൻ ശ്രമിക്കുക. അല്ല, കൊടുക്കാൻ പറ്റുന്നില്ല, വളരെ സാമ്പത്തികം നിൽക്കുകയാണെങ്കിൽ അവർക്ക് ആ കാരണങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നത് സുഹൃത്തുക്കളായാലും ശരി കുടുംബക്കാരായാലും പറഞ്ഞ് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതുമാതിരി തന്നെ നമ്മൾ സുഹൃത്തുക്കൾക്ക് നമ്മൾ കടം കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാർക്ക് നമ്മൾ കടം കൊടുക്കും. അപ്പോൾ അവർ തരുന്നില്ല പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെടാതെ അവരെന്തുകൊണ്ട് തരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക. അവരുടെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുക, അവരോട് സംസാരിക്കുക, അവരോട് കാര്യങ്ങൾ സംസാരിച്ച് നല്ല രീതിയിൽ ആ ബന്ധങ്ങൾ ഒലയാതെ, ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒലയാതെ അവരോട് സംസാരിച്ച് അത് നല്ല രീതിയിൽ വാങ്ങിയെടുത്ത് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. അല്ലാതെ നമ്മളെന്താ പറയുക, ആ ബന്ധങ്ങൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളായാലും നമ്മൾ ചില വാക്കുകൾ മതി. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, കൈവിട്ട വാളും
വാവിട്ട വാക്കും അത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ മിതത്തോടെ സംസാരിക്കുക, ബന്ധങ്ങൾ മാക്സിമം യോജിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കുടുംബ ബന്ധങ്ങളായാലും സൗഹൃദ ബന്ധങ്ങളായാലും ഒലഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ എന്തെങ്കിലും കാരണവശാൽ അപ്പോൾ നമ്മൾ ചില കുടുംബങ്ങളിൽ കാണാം ഏട്ടനനിയന്മാർ പ്രശ്നമാവും, പിന്നെ അവർ തമ്മിൽ മിണ്ടില്ല, കുറേ വർഷങ്ങളായിട്ട് മിണ്ടില്ല. അതേമാതിരി അവരുടെ മക്കൾ തമ്മിൽ മിണ്ടില്ല കാലങ്ങളോളം. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ പേരക്കുട്ടികൾ പോലും പരസ്പരം മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യാതെ അത് വളരെ വിഷമകരമായ അവസ്ഥയിലേക്ക് മാറും. അത് കാലങ്ങളോളം ആ ഒരു ഇതിൻ്റെ മെയിൻ പ്രധാന കാരണം വരുന്നത് ഈ സാമ്പത്തിക ഇടപാടിലെ പ്രശ്നം കാരണമായിരിക്കും ഇവർ ആദ്യം തന്നെ ഈ പിണങ്ങിയിരിക്കുന്നത്. ഈ പിണക്കങ്ങൾ നീണ്ട് ആ കുടുംബ ബന്ധങ്ങളെ നാശത്തിലേക്ക്, ആ ബന്ധങ്ങൾ നശിക്കാൻ കാരണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദങ്ങളെ കൊണ്ടും നല്ല കുടുംബ ബന്ധം കൊണ്ടും നമ്മളെ മാക്സിമം നമ്മുടെ നല്ല കൂട്ടുകാരോടും തന്നെ നമ്മുടെ കുടുംബക്കാരോടും മാക്സിമം കടങ്ങൾ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. ചെയ്താൽ തന്നെ അതെങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്ത് അവർ ആ ഇടപാട് തീർക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരോട് പറഞ്ഞ് അത് മനസ്സിലാക്കി പിന്നെ ആ ഒരു സാവകാശം വാങ്ങി കൊടുക്കുക. എന്ത് കാരണവശാലും അവർ ഫോൺ വിളിച്ചാലും നമ്മൾ സംസാരിക്കാതിരിക്കരുത്. അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. നമ്മൾ കൊടുക്കുന്നവരായാലും ശരി വാങ്ങിയവരായാലും ശരി പരസ്പരം ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ സൂക്ഷിക്കുക. നല്ല രീതിയിൽ ആ ബന്ധങ്ങളെന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന്, എല്ലാവരും ബന്ധങ്ങളും നന്നായി പോകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സുകൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും അയച്ചു കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.